ഹലോ സാർ, ഞാൻ ശ്രീ പാർവതിയാണ്. ഞാൻ പാലക്കാട് ജില്ലയിലെ കൂറ്റനാട് നിന്നാണ് വരുന്നത്. താങ്ക് യു. സാറിന്റെ നോട്ടുകൾ മാത്രം പിന്തുടർന്നിട്ടാണ് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടത്. സാറിനാണ് അതിന്റെ ക്രെഡിറ്റ് ഒക്കെ. സാറിനാണ് ക്രെഡിറ്റ് എന്ന് പറയാ. വളരെ സന്തോഷം ഇതൊക്കെ കേൾക്കുമ്പോ. ഒക്കെയാണ് നമ്മുടെ ഇതിലേക്ക് വന്നതിന്റെ ഒരു ഫലം കിട്ടുന്ന ഇങ്ങനെയുള്ള വാക്കുകളിലൂടെ ഒക്കെയാണ്. താങ്ക് യു സാർ. ഈ ബാച്ചിൽ ചേർന്നുകൊണ്ടാണ് അതിൻ്റെ ഒരു ഐഡിയ എങ്ങനെയാണ് കിട്ടിയത്. പണ്ട് ഞാൻ പഠിച്ചിരുന്നു വെച്ചാലും കുറേ അവിടെയും ഇവിടെയൊക്കെ എന്തൊക്കെയോ പഠിച്ചിരുന്നു അല്ലാതെ ഒരു സിലബസ് അനുസൃതമായിട്ടൊരു രൂപരേഖയിൽ ഞാൻ ഇതുവരെയും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫുൾ ടൈം ഇരുന്ന് പഠിത്തമൊന്നും ആയിരുന്നില്ല. സോഷ്യൽ മീഡിയയും കുറച്ചൊക്കെ ഉപയോഗിച്ചിരുന്നു. പക്ഷേ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് എന്ന് മാത്രം. ഇപ്പോഴത്തെ ഒരു രീതി എന്ന് വെച്ചാൽ NCERT SCERT തന്നെ എല്ലാവരും പറഞ്ഞ് ക്ലീശയായ കാര്യം തന്നെയാണ്. NCERT SCERT വിട്ടൊരു കളി പാടില്ല. അപ്പോൾ ക്ലാസ്സിൽ ചേരാത്തവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഏതൊക്കെ പോർഷൻസിലാണ് ഏതൊക്കെ ഇത് കിടക്കണമെന്ന് ആദ്യം തന്നെ ഒരു രൂപരേഖ ഉണ്ടാക്കി വെക്കുക. അപ്പോൾ ഓരോ പോർഷൻസ് പഠിക്കുമ്പോഴും ഇന്ന ചാപ്റ്ററിൽ ഇന്ന പോർഷൻസ് കിടക്കുന്നുണ്ടെന്ന് ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കണം. നമുക്കുള്ളത് എന്തായാലും നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അടുത്ത LDC റാങ്ക് ഹോൾഡർ നിങ്ങളാവട്ടെ. സുജേഷ് പുറക്കാട് സാറിന്റെ ലാസ്റ്റ് LDC ബാച്ച് ഈ വരുന്ന ജനുവരി 22 ആരംഭിക്കുകയാണ്. സുജേഷ് സാറിന്റെ സ്പെഷ്യൽ സ്റ്റഡി പ്ലാൻ, സ്പെഷ്യൽ എക്സാം, മോട്ടിവേഷൻ, ഡൗട്ട് ക്ലിയറൻസ് സെഷൻ, മെന്റർഷിപ്പ് തുടങ്ങിയവയെല്ലാം ഈ കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു. രജിസ്റ്റർ നൗ. ഹായ്, ഞാൻ ശ്രീ പാർവതി. ഞാൻ പാലക്കാട് ജില്ലയിലെ കൂറ്റനാട് സ്വദേശിനിയാണ്. ഞാൻ MSc ഫിസിക്സ് കഴിഞ്ഞ ആളാണ്. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ പാലക്കാട് ജില്ലയിലെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്. ചെറുപ്പം മുതലേ ഗവൺമെൻറ് ജോലി എന്ന് പറയുന്നത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ചെറുപ്പം മുതലേ തൊഴിൽ പ്രസിദ്ധീകരണങ്ങൾ വായിക്കുക, പിന്നെ ക്ലാസ്സുകൾക്ക് പോവുക, അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. പിന്നെ ഡിഗ്രി ആയപ്പോഴാണ് പിന്നെ ഒരു ഗ്യാപ്പ് വന്നത്. പിന്നെ എൻ്റെ കറക്റ്റ് ഡിഗ്രി കഴിഞ്ഞപ്പോഴേക്കും കൊറോണ വന്നു. അപ്പോൾ കൊറോണ വന്നപ്പോൾ ആ ടൈം ഞാൻ PSC ക്ലാസ്സുകൾ കണ്ടിട്ടൊക്കെ ധാരാളം പ്രയോജനപ്പെടുത്തിയിരുന്നു. യൂട്യൂബിൽ ഫ്രീ ക്ലാസ്സസ് കണ്ടിട്ടൊക്കെ ആ ടൈമിൽ ഞാൻ കുറേ പഠിച്ചിരുന്നു. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ PSCയുടെ ഒരു ബേസ് പറയണത്. പിന്നെ ഈ PSCയുടെ ഇംഗ്ലീഷിൻ്റെ ഒക്കെ ബേസ് എന്ന് പറയുന്നത് ശരിക്കും സ്കൂൾ തന്നെയാണ്. സ്കൂളിലെ ഗ്രാമർ ക്ലാസ്സുകളൊക്കെ എടുത്തിരുന്ന ടീച്ചർമാരെ ശരിക്കും അത് ഓർക്കുന്നു. ഇംഗ്ലീഷിൻ്റെ ഒക്കെ ബേസ് ശരിക്കും സ്കൂൾ തന്നെയാണ്. പിന്നെ PSCക്കും ധാരാളം കാര്യങ്ങൾ സ്കൂളിൽ നിന്ന് തന്നെയാണ് ഞാൻ പഠിച്ചിരിക്കുന്നത് ആ കാലത്തൊക്കെ. പിന്നെ കൊറോണ കാലത്ത് ഞാൻ ധാരാളം നോട്ടൊക്കെ എഴുതിയിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ PGക്ക് ചേർന്നു. PGയുടെ ഇടയിലുള്ള സമയത്താണ് ഈ വില്ലേജ് ഫീൽഡിൻ്റെ പ്രിലിമിനറി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനായിട്ട് ധാരാളം പ്രിപ്പറേഷനൊന്നും നടത്താൻ പറ്റിയില്ല. കൊറോണ കാലത്ത് ഉണ്ടാക്കിയ നോട്ടും അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ പ്രിലിമിനറിക്ക് എഴുതിയത്. അതുകൊണ്ട് ലിസ്റ്റിൽ പെടാൻ പറ്റി ഭാഗ്യത്തിന്. കറക്റ്റ് PG കഴിഞ്ഞ ഒരു ടൈമിലാണ് ഇതിൻ്റെ റിസൾട്ട് വരുന്നത്, പ്രിലിമിനറിയുടെ റിസൾട്ട് വരുന്നത്. അപ്പോൾ ഞാൻ സുജേഷ് സാറിൻ്റെ ബാച്ചിനെ കുറിച്ചുള്ള വിവരം എൻട്രിയുടെ യൂട്യൂബിൽ കണ്ടു. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ അതിൽ ജോയിൻ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് ചെയ്തത്. കാരണം ചെറുപ്പം മുതലേ ഒരു ഗവൺമെൻറ് ജോലി എന്നുള്ള എൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു. അപ്പോൾ സുജേഷ് സാറിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി മെസ്സേജ് അയച്ചു. അങ്ങനെ സുജേഷ് സാറിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടാണ് ഞാൻ പിന്നെ ഈ ലിസ്റ്റിൽ കയറിയത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഉറക്കത്തിലൊട്ടും കോംപ്രമൈസ് ചെയ്യില്ലായിരുന്നു. 6 മണിക്കൂർ മിനിമം പഠിക്കുമായിരുന്നു എന്നും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് NCERT SCERT തന്നെയാണ്. അപ്പോൾ ഈ ഒരു ബാച്ചിൽ ഏറ്റവും എനിക്ക് ഗുണകരമായി തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഒരു ചാപ്റ്റർ ഒരു പോർഷൻ എന്നുള്ള തരത്തിലായിരുന്നു. അപ്പോൾ ക്ലാസ്സുകൾക്ക് പുറമെ സുജേഷ് സാറ് NCERTയുടെയും SCERTയുടെയും പോർഷൻസ് 5 മുതൽ +2 വരെയുള്ള ക്ലാസ്സുകളെ ക്രോഡീകരിച്ചിട്ട് ഒരു PDF ആയിട്ട് ഇട്ട് തരുമായിരുന്നു. അപ്പോൾ അത് വളരെ ഉപകരിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സിൽ ചേരാത്തവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഏതൊക്കെ പോർഷൻസിലാണ് ഏതൊക്കെ ഇത് കിടക്കണമെന്ന് ആദ്യം തന്നെ ഒരു രൂപരേഖ ഉണ്ടാക്കി വെക്കുക. അപ്പോൾ ഓരോ പോർഷൻസ് പഠിക്കുമ്പോഴും ഇന്ന ചാപ്റ്ററിൽ ഇന്ന പോർഷൻസ് കിടക്കുന്നുണ്ടെന്ന് ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കണം. അപ്പോൾ സുജേഷ് സാർ ഇങ്ങനെ ചെയ്തെന്ന് കാരണം എനിക്കത് കുറച്ചുകൂടി എളുപ്പമായി എന്ന് മാത്രം. അപ്പോൾ ഞാൻ രാവിലെ ക്ലാസ് കാണുമായിരുന്നു, ഉച്ചവരെ ക്ലാസ് കാണുക, ഉച്ചയ്ക്ക് ശേഷം ഈ പോർഷൻസ് പഠിക്കുക, അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് ഫുള്ള് പഠിച്ച് തീരുമ്പോഴേക്കും ഒരു ദിവസം തീരുമായിരുന്നു. പക്ഷേ പെൻഡിങ്ങിലൊന്നും വെക്കില്ല, ഒരു ദിവസം തന്ന ടോപ്പിക്ക് അന്ന് തന്നെ തീരുമായിരുന്നു. പിന്നെ അന്ന് തന്നെ ടെസ്റ്റും ഉണ്ടാവും. ആ ദിവസം പഠിച്ചത് എന്തൊക്കെയാണ് നമുക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് അന്ന് തന്നെ ടെസ്റ്റും ഉണ്ടാവും. പിന്നെ സുജേഷ് സാറ് ഒരു മെത്തേഡ് പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ചാൽ അന്നന്ന് പഠിക്കുന്ന ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക. ഇപ്പോൾ നമ്മൾ പഠിച്ച ഇതിന് ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണല്ലോ പലരെയും വലയ്ക്കുന്നത്. അപ്പോൾ അതൊന്ന് നമ്മൾ തന്നെ അങ്ങനെ സ്വയം ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം. അങ്ങനെ ആ ഒരു മെത്തേഡും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു വായനയും കൂടി നമ്മൾ പഠിക്കുമ്പോൾ നടത്തും. അത് വളരെ ഉപകരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വീക്കിലുള്ള റിവിഷൻ ടെസ്റ്റ് അതൊക്കെ വളരെ ഉപകാരമായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ കമ്പൈൻ സ്റ്റഡി നടത്തുന്ന ഒരാളൊന്നല്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഡിപ്രഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് സിനിമയൊക്കെ കണ്ടിരുന്നു. ഫുൾ ടൈം ഇരുന്ന് പഠിത്തമൊന്നും ആയിരുന്നില്ല. സോഷ്യൽ മീഡിയയും കുറച്ചൊക്കെ ഉപയോഗിച്ചിരുന്നു. പക്ഷേ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് എന്ന് മാത്രം. അങ്ങനെ എല്ലാം ഇടയിൽ കൂടെ കൊണ്ടുപോയിരുന്നു.
അങ്ങനെ തന്നെയാണ് എൻ്റെ ഒരു പഠന രീതി എന്ന് പറഞ്ഞാൽ. രാവിലെ വൈകുന്നേരം ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ റെസ്റ്റ് ഉണ്ടായിരുന്നു, 4 to 6. രാത്രി ഒരു 9 to 10 റെസ്റ്റ്. രാവിലെ ഒരു 9:30 10 മണിക്കൊക്കെയാണ് പഠിക്കാൻ തുടങ്ങുക. അങ്ങനെയാണ് ഒരു ടൈമിങ് പറയുന്നത്. ബാക്കിയുള്ള ടൈമൊക്കെ പഠിച്ചിരുന്നു. എൻട്രി ആപ്പ് വളരെയധികം ഉപകാരമായിട്ടുണ്ട്. ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഈ ബാച്ചിൽ ചേർന്നുകൊണ്ടാണ് അതിൻ്റെ ഒരു ഐഡിയ എങ്ങനെയെന്ന് കിട്ടിയത്. പണ്ട് ഞാൻ പഠിച്ചിരുന്നു വെച്ചാലും കുറേ അവിടെയും ഇവിടെയൊക്കെ എന്തൊക്കെയോ പഠിച്ചിരുന്നു അല്ലാതെ ഒരു സിലബസ് അനുസൃതമായിട്ടൊരു രൂപരേഖയിൽ ഞാൻ ഇതുവരെയും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സാറ് ഇങ്ങനെ NCERT SCERT പോർഷൻസ് 5 മുതൽ 10 വരെ ക്രോഡീകരിച്ച് ഇങ്ങനെ തന്നിരുന്നത് വളരെ ഉപകാരപ്പെട്ടിരുന്നു. പിന്നെ മോക്ക് ടെസ്റ്റുകളുടെ കാര്യം പ്രത്യേകം പറയണം. ഡെയിലിയുള്ള മോക്ക് ടെസ്റ്റ്, പിന്നെ വീക്കിലുള്ള മോക്ക് ടെസ്റ്റ്, പിന്നെ കുറച്ചും കൂടി മറന്നു കഴിഞ്ഞാൽ മന്ത്ലി ഉണ്ടാവുമായിരുന്നു മോക്ക് ടെസ്റ്റ്. പിന്നെ സാറ് ഇടയ്ക്കിടയ്ക്ക് ലൈവിൽ വരും, സുജേഷ് സാറ്. ആ സാറിനെ കാണുമ്പോൾ തന്നെ നമുക്കൊരു മോട്ടിവേഷനാണ്. പിന്നെ അരുൺ സാറായിരുന്നു എൻ്റെ മെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിടയ്ക്ക് ഇങ്ങനെ മടുത്തു, ഒരു സുഖമില്ല അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ സാറിൻ്റെ ഒരു വോയിസ് മെസ്സേജ് വന്നിട്ടുണ്ടാകും ഗ്രൂപ്പിൽ. അപ്പോൾ സാറ് ഇങ്ങനെ സാറിൻ്റെ ഒരു വേർഡ്സും മോട്ടിവേഷൻസും കേട്ടാൽ നമുക്ക് പിന്നെ ഒരു ഉഷാറ് വരും, രണ്ടാമതൊരു ഉഷാറ് വരുമായിരുന്നു. അപ്പോൾ ഇതിൽ പ്രത്യേകം എനിക്ക് നന്ദി പറയാനുള്ളത് സുജേഷ് സാറിനോടും അരുൺ സാറിനോടും തന്നെയാണ്. പിന്നെ എൻട്രിയുടെ ഇത് മോക്ക് ടെസ്റ്റിൻ്റെ കാര്യങ്ങൾ, പിന്നെ ഈ NCERTയുടെ കാര്യം, NCERT ഡെയിലി ഗ്രൂപ്പിലിടുന്നത്, ക്ലാസ്സൊക്കെ ആയിരിക്കും അടിപൊളി ക്ലാസ്സുകൾ തന്നെയായിരുന്നു. ഒരു ഇത് തരാൻ മാത്രം ഒരു വലിയ ആൾ ഞാൻ ആയിട്ടില്ല എനിക്കറിയാം. പക്ഷേ അപ്പോൾ പഠിച്ചു വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ PSCക്ക് ഏറ്റവും പ്രധാനം മനസ്സിൻ്റെ കരുത്ത് തന്നെയാണ്. നമ്മൾ ധൈര്യത്തിൽ മുന്നോട്ട് പോയാൽ എപ്പോഴായാലും ഏതെങ്കിലും ഒരു തരത്തിൽ നമ്മൾ പഠിച്ചതൊക്കെ ഉപകാരപ്പെടുക തന്നെ ചെയ്യും. ഇനി ഇപ്പോഴത്തെ ഒരു രീതി എന്ന് വെച്ചാൽ NCERT SCERT തന്നെ എല്ലാവരും പറഞ്ഞ് ക്ലീശയായ കാര്യം തന്നെയാണ്. NCERT SCERT വിട്ടൊരു കളി പാടില്ല. പിന്നെ പണ്ടൊക്കെ PSC പഠിക്കുക പറഞ്ഞ ഒരു ഗൈഡ് വാങ്ങുക, കുറേ 1 word ക്വസ്റ്റ്യൻസ് പഠിക്കുക, അങ്ങനെയായിരുന്നു. ഇപ്പോൾ നമ്മൾ പണ്ട് 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിരുന്നില്ലേ, വിശദമായിട്ട് ഒരു ടോപ്പിക്ക് എസ്സേ പോലെ അങ്ങനെ പഠിക്കുക. അങ്ങനെ പഠിക്കണം ശരിക്കും SCERT സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ശരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് ശരിക്കും പിന്തുടരുന്നത്. ഇപ്പം 10ാം ക്ലാസ്സിൽ LDC ലെവലാണെങ്കിൽ ഒരു +1 +2 കൂടിയും പഠിക്കാൻ ശ്രമിക്കുക SCERT പുസ്തകങ്ങൾ. ഡിഗ്രി ലെവലാണെങ്കിൽ അതിലും കൂടുതൽ പഠിക്കുക. അങ്ങനെ ടെക്സ്റ്റ് മൊത്തം ഒരു എസ്സേ ടൈപ്പായിട്ട് വായിക്കുന്ന ഒരു രീതിയാണ് പിന്തുടരുന്നത്. 1 word പഠിക്കാതിരിക്കുക. നമ്മൾ പഠിക്കുന്നത് നമുക്ക് എന്തായാലും ഉപകാരപ്പെടുക തന്നെ ചെയ്യും. എനിക്കും ഇങ്ങനെ ബാക്കിയുള്ളവരൊക്കെ ജോലി കയറുന്ന കണ്ടിട്ടും ഒക്കെ നല്ല നിരാശയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കുള്ളത് എന്തായാലും നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. പിന്നെ അമ്മമാരും ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ധാരാളം ഉണ്ടാവും. അവരൊക്കെ മനസ്സിലാക്കേണ്ടത് എത്ര നേരം പഠിക്കണം എന്നുള്ളതല്ല, എത്ര ക്വാളിറ്റി, നമ്മൾ പഠിക്കുന്നതിൻ്റെ ക്വാളിറ്റിയാണ് പ്രധാനം. എത്ര കുറച്ച് സമയം കൊണ്ട് എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും പ്രധാനം. ഇന്നത്തെ ഒരു ടൈമിൻ്റെ എക്സാമിൻ്റെ പ്രത്യേകത അതാണ്. പാലക്കാട് ജില്ലയിലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളാണ് ഞാൻ. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ തയ്യാറാക്കിയ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ടെസ്റ്റ് സീരീസ് എൻട്രി നടത്തുന്നുണ്ട്. അതിലേക്ക് ഞാനൊരു 10 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാം, നിങ്ങൾ ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, കാലഘടനാടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. 1 ബാസ്റ്റിൽ ജയിലിൻ്റെ തകർച്ച, 2 ഫ്രാൻസിൻ്റെ ആദ്യ ലിഖിത ഭരണഘടന, 3 സെപ്റ്റംബർ കൂട്ടക്കൊല, 4 ഒലീവ് ബ്രാഞ്ച് നിവേദനം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏത്? അവർ എന്നോടൊന്നും സംസാരിച്ചില്ല, അവർ എല്ലാം തികഞ്ഞവർ. A ആണ്. B, ഹിന്ദുമതത്തിലെ വിവേചനത്തിൻ്റെ പരിഹാരം ക്രിസ്തുമതമല്ല. C, മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു. D, ജാതി പ്രമാണം ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് എതിരാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫിലിപ്സ് കർവ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അൺഎംപ്ലോയ്മെൻറ്റ്, ഇൻഫ്ലേഷൻ. B, ഡിമാൻഡ് സപ്ലൈ. C, ഡിമാൻഡ് ഇൻഫ്ലേഷൻ. D, അൺഎംപ്ലോയ്മെൻറ്റ് ഡിമാൻഡ്. 4, താഴെ പറയുന്നവയിൽ തിരുവനന്തപുരം ആസ്ഥാനമല്ലാത്തത് ഏത്? A, മിൽമ. B, കേരഫെഡ്. C, റബ്ബർ ബോർഡ്. D, നബാർഡ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, തെറ്റായ പ്രസ്താവന ഏതെല്ലാം? 1, 73ാം ഭേദഗതി പ്രാബല്യത്തിൽ വന്നത് 2003. 2, ഓരോ 5 വർഷം കൂടുമ്പോഴും സർക്കാർ ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നു. 3, പ്രാദേശിക സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകുമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി. 4, ബൽവന്തറായ് മേത്ത കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത് 1957. പിന്നെ 6ാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ 2/3 ഭാഗവും കടമെടുത്തത് എവിടെ നിന്നാണ്? A, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. B, USSR. C, US. D, കാനഡ. 7ാമത്തെ ക്വസ്റ്റ്യൻ, കോൺറാഡ് ഡിസ്കണ്ടിന്യൂറ്റി എന്തിനെയൊക്കെ തമ്മിൽ വേർതിരിക്കുന്നു? A, ക്രസ്റ്റ് അസ്തനോസ്ഫിയർ. B, ഔട്ടർ കോർ ഇന്നർ കോർ. C, ലോവർ മാൻഡിൽ ഔട്ടർ കോർ. D, ഓഷ്യാനിക് ആൻഡ് കോണ്ടിനെൻ്റൽ പ്ലേറ്റ്. 8ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ഗ്ലേഷ്യൽ ലാൻഡ് ഫോംസ് അല്ലാത്തവ ഏത്? A, സിർക്ക്.
ബി ഡ്രംലിൻസ്, സി ബർക്കൻസ്, ഡി ഫിറ്റ്ജ്ജോൺസ്. 9. ആഗോള ഉത്തരവാദിത്ത ടൂറിസം ഉച്ചകോടി 2023 വേദി. 10ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യ വേസ്റ്റ് ടു ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിക്കുന്നത് എവിടെ? റാങ്ക് ജേതാക്കൾ തയ്യാറാക്കിയ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ ഇനി എൻട്രി ആപ്പിലൂടെ സൗജന്യമായി പരിശീലിക്കാം. എൻട്രി ആപ്പ് ഓപ്പൺ ചെയ്യുക. എൻട്രിയുടെ ഹോം പേജിൽ സ്പെഷ്യൽ എക്സാം എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ തന്നെ ഏറ്റവും താഴെയായി റാങ്ക് ഹോൾഡേഴ്സ് എക്സാം സീരീസ് എന്നൊരു പാക്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അതിലൂടെ റാങ്ക് ഹോൾഡേഴ്സ് തയ്യാറാക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് പരിധിയില്ലാതെ പരിശീലിക്കാം. മാക്സിമം ചോദ്യങ്ങൾ പരിശീലിക്കൂ, ആദ്യ റാങ്കിൽ ഇടം നേടൂ.